ഇന്ന് വരുന്ന ഗൈസ് നമ്മൾ ഒരു സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞ വർഷമൊക്കെ അത്ര വലുതായിരുന്നില്ല, പക്ഷെ അത്ര ചെറുതായിരുന്നില്ല. അത് മാത്രല്ല എന്നിട്ട് ഈ കുട്ടിക്ക് ഒരു സർപ്രൈസ് ഗൈസ്, നമ്മളിന്ന് ഗിവ് അവേ നടത്താൻ പോവാണ്. ഗൈസ് നമ്മളിപ്പോൾ എനിക്കൊരു 2 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ ഗിവ് അവേ നടത്താൻ പോവാണ് ഗൈസ്. നമ്മൾ ടീ കുട്ടികൾക്ക് സർപ്രൈസായി. നമ്മൾ ഗിവ് അവേ നടത്തിയ കുറേ സാധനങ്ങൾ ഞാൻ പറയാം. ആദ്യം നമ്മളൊരു ഡയമണ്ട് പെൻഡൻ്റ് ആയിരുന്നു ഗിവ് അവേ അല്ലേ, പിന്നെ നമ്മൾ ഹോവർ ബോർഡായിരുന്നു, പിന്നെ സൈക്കിളായിരുന്നു. അതൊരാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഗിവ് അവേ നടത്താൻ പോകുന്നത് നമ്മുടെ ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെ ആയിരിക്കും. ഇതുപോലെ അല്ലെങ്കിലും ഒരു അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഒരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക എന്തിനാണ് നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ വേണമെന്നുള്ളത്. എല്ലാവരും അങ്ങോട്ട് കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റ് ചെയ്തതിൽ നിമിഷം ഷോർട്ട് വീഡിയോ ഇടും. അപ്പോൾ രണ്ടിലും കൂടി നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരു മക്കൾക്ക് ചിലപ്പോൾ 1 ആവാം, ചിലപ്പോൾ 2 ആവാം, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർക്കൊരു സ്വിമ്മിംഗ് പൂളാണ് ഗൈസ് ഗിവ് അവേ. വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും. ഇത്ര വലുതല്ലെങ്കിലും ഇത് അത്യാവശ്യം നല്ല വലുതായി. എനിക്ക് തോന്നുന്നു ഇതാരും അങ്ങനെ അൺബോക്സ് ചെയ്ത് കണ്ടിട്ടില്ല. M4Techലെ ഒരു ചേട്ടൻ ഇത് അൺബോക്സ് ചെയ്തിട്ട്, പക്ഷേ ഇതിൻ്റെ ചെറുതാണ് തോന്നുന്നു. ഇത് നമ്മൾ അത്യാവശ്യം വലുപ്പമാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 5000, അതായത് 5000 സംതിങ് ആണ്. ഞാൻ മേലെ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാവണമെന്ന് ഒരു ഐഡിയ നിമിഷാൻറ്റിക്ക് പോലും ഇല്ല. അതിനിത് ബ്ലോവർ, അതുപോലെ തന്നെ ചെറിയ ഇലക്ട്രിക് പമ്പ് എല്ലാം അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റുള്ള സാധനം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് അവേ വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു സ്വിമ്മിംഗ് പൂൾ വേണമെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. നിമിഷ ആൻറ്റി അതിന് ഒരു 1 വീക്ക് കഴിഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ അതിൻ്റെ മെയിൽ നിങ്ങൾ എൻ്റെ മെയിലേക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ അത് ഞാൻ പറഞ്ഞ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഇല്ല ചിലപ്പം നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗിവ് അവേ എത്രയോ വർഷത്തിന് ശേഷം നമ്മളിപ്പോൾ 4.60 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാട്ടോ ഈ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇതാണ് ആ സാധനം. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചില്ലറക്കാരനല്ല. ഇതിൻ്റെ കൂടെ നമുക്ക് വാറണ്ടി കാർഡ്, അതുപോലെ തന്നെ ഇതേ ഫിൽറ്റേഴ്സ്, എന്തൊക്കെ ചെയ്യണം. ഇത് ശരിക്കും നമുക്ക് വലിയൊരു പൂളാട്ടോ. ഇത് ചെറിയ പൂളേ അല്ല. അതുണ്ടോ അതിൻ്റെ മാനുവൽ. ഇത് ഫുൾ ഇതെന്താ ബുക്കടാ നമ്മുടെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പൂൾ അൺബോക്സ് ചെയ്യണം. നമ്മൾ എല്ലാ ഇയറും ഓരോരോ പൂൾ അൺബോക്സ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പിക്ചർ ഇത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് എങ്ങനെ ആവുന്നോ എന്താവുന്നോ ഒന്നും ഐഡിയ ഇല്ല. പ്രശ്നം എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, വാടാ, എന്താടാ. ഇത്രയും വലുതാണ് നമ്മുടെ പൂള്. ഏകദേശം വലിപ്പം കാണിച്ച് ചിക്കൊന്ന് പിടിച്ചേടാ, ചെരുപ്പിട്ടൊന്ന് അവിടെ നിന്നേ. 1 മിനിറ്റ് ടിയാ, 1 മിനിറ്റ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ചെറുതൊന്നും അല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ചെരുപ്പിട് മുന്നേ. എനിക്ക് തോന്നുന്നു ആരും ഇതുപോലെ ഇത്രയും വലിയൊരു സ്വിമ്മിംഗ് പൂൾ അൺബോക്സ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് അത്രയും വലുതാണ് ഗൈസ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. 5000 സംതിങ് വരുന്നുണ്ട്. ഇതൊരാൾ ശരിക്കും മുങ്ങും. ചിക്കു ശരിക്കും മുങ്ങേണ്ട പോലെ തോന്നുന്നുണ്ട് അല്ലേ ടിയ? അപ്പോൾ ഗൈസ് ഗിവ് അവേ ഉണ്ട്. നിങ്ങൾ വേഗം കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്കൊരു പൂള് വേണം എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും നിമിഷം നല്ലൊരു പൂൾ തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഒരാൾക്കായിരിക്കില്ല, 2 ആൾക്കായിരിക്കും. ബ്ലോവർ വെച്ചിട്ടാട്ടോ ഇപ്രാവശ്യം ചെയ്യുന്നേ. ഇതിപ്പോൾ പൂൾ ഏകദേശം പൊങ്ങി വരുന്നുണ്ട്. നല്ല എയറിൻ്റെ സംഭവങ്ങൾ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലുപ്പമാണ്. ഇത് എങ്ങനെ ആവും നമുക്കൊരു ഐഡിയ ഇല്ല. ഡാഡി ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കത് സെറ്റാക്കണം ഗൈസ്. ഇതേ റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ പൂളിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. കാരണം വേറെ പമ്പിൽ നമുക്ക് ചെയ്താൽ ശരിയാവില്ല. ലൈക്ക് ബ്ലോവർ വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ദേ സെറ്റായിട്ടുണ്ട്. ദേ ഇപ്പം വരും ഗൈസ്. ഇനി വേറെ ഒരു ഇതും കൂടെ കാണാനുണ്ട്. അപ്പോൾ അതിങ്ങനെ കുട്ടി ഇങ്ങനെ ചെയ്യും. പൂളിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ മതിയാണെങ്കിൽ നിർത്തിക്കോളൂ, വേഗം അത് അടച്ചോളൂ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. ഇതിൻ്റെ താഴെ നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇതിൻ്റെ മേലെ മാത്രം നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഇനി ഇതിലിവിടെ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കും തോറും ഹൈറ്റ് വരും തോറും ഇത് പൊങ്ങും. അത്ര ഇതിൽ ചെയ്യാനുള്ളൂ, വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഇതിൽ ചെയ്യാനില്ല. അപ്പോൾ ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഇതാക്കണം. അത്യാവശ്യം നല്ല ഹൈറ്റാട്ടോ ഇത്. ഈ ബ്ലാക്ക് കളർ ഇതിൻ്റെ ബാക്കിൽ ആ ഒരു ബ്ലാക്കിൻ്റെ ഒരു ഇതുണ്ട്, അതായത് നമ്മൾ ഡ്രെയിനേജ്. അറിയില്ലടാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഗൈസ്. അതാ ഒരു ബ്ലാക്ക്. ആ ബ്ലാക്ക് ഒന്ന് ക്ലോസ് ചെയ്യണം. ഇത് നമ്മൾ വാട്ടർ കണ്ടോ, ഇവിടെ വാട്ടർ ഇതാക്കുക. അത് അധികൂട്ടം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണോടാ? നമ്മളെല്ലാം നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ വിട്ടിട്ട് കറക്റ്റാക്കിയിട്ട് നമുക്കിതിനി വെള്ളം നിറയ്ക്കാം അല്ലേ?
യെസ് പൈപ്പ് കൊണ്ടുവരും. അങ്ങനെ നമ്മൾ ഇതേ വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് അറിയില്ല. ഈ റേറ്റിന് ഇത് വേർത്താണോ എന്ന് പോലും അറിയില്ല. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയതല്ല ടിയ. ഇത് കുറേ സമയം എടുക്കും. പിന്നെ അതുപോലെ തന്നെ ടാങ്കിൽ വെള്ളം കഴിയും ചെയ്യും. അതും പറഞ്ഞില്ല എന്ന് വേണ്ട. പക്ഷേ എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം ഇവിടെ അത്ര ചൂടാട്ടോ. നമ്മളിപ്പോൾ പാലക്കാട് എനിക്ക് തോന്നുന്നു 40-41 വരെ വന്നിട്ടുണ്ട്. അത്ര ചൂടാണ്. അപ്പോൾ പിന്നെ കുറച്ചെങ്കിലും ഒന്ന് റിലാക്സ് ആവാം എന്ന് വിചാരിച്ചപ്പോൾ ഏകദേശം ദേ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഇത് എത്രത്തോളം വെള്ളം നിറയുമ്പോഴാണ് പൊങ്ങുന്നതെന്നാണ് പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ ഗിവ് അവേ മറക്കരുത്. വേഗം കമൻറ്റ് ചെയ്യുക. ഗിവ് അവേ നമ്മൾ ഇതുപോലെ അത്രേ പോകത്തുള്ളൂ. ഗിവ് അവേ നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഇൻടെക്സിൻ്റെ ഒരു പൂൾ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വേഗം കമൻറ്റിൽ എന്താണ് പൂള് വേണ്ടതിൻ്റെ റീസൺ, എനിക്ക് പൂൾ ഇഷ്ടമാണെന്നോ അങ്ങനെ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. നോ ഇഷ്യൂസ്. നമ്മൾ സെലക്ട് ചെയ്തിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 4.60 മില്യൺ സ്പെഷ്യലായിട്ട് നമ്മുടെ ഈ ചൂട് കാലത്ത് നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ ഗിവ് അവേ ചെയ്യാൻ പോവുകയാണ്. ഇതെങ്ങനെ ആവും? അദ്യക്കുട്ടനൊക്കെ ഇവിടെ ഇങ്ങനെ ഇന്നിങ്ങനെ ചെയ്യാം. അടിപൊളി പൂളിൻ്റെ സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗിവ് അവേ ആണ്, മറക്കരുത് കേട്ടോ. അപ്പോൾ വേഗം കമൻ്റ് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തോളൂ. ആർക്കാ ഒരു പൂള് കിട്ടാൻ പോകുന്നതെന്ന് അറിയില്ല. നിമിഷാൻ്റെയും ഭയങ്കര ക്ഷീണിച്ചു. കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഇത്രയും വലിയൊരു പൂളാണ്. ഞാൻ സംസാരിക്കുന്നത് ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം ഞാൻ റീറ്റൈനർ ഇട്ടതുകൊണ്ട് മമ്മി അതുപോലെ ഗൈസ് റീറ്റൈനർ ഇട്ടതുകൊണ്ട് അത്ര മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല ഗൈസ്. കുറച്ചൊരു വേദനയുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, സെറ്റ് ആവും എന്ന് വിചാരിക്കണം. ടീ കൂട്ടർ സംസാരത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ കാണാം. അങ്ങനെ നമ്മുടെ പൂള് ബിഗ് യമണ്ടൻ പൂൾ സൈസാണ് ഉള്ളത്. അപ്പം നമ്മുടെ ഗീവ് അവേ മറക്കരുതില്ല ടിയ. യെസ്, ഗീവ് അവേ വീഡിയോ ആണ്. അപ്പോൾ വേഗം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാത്തിരിക്കുന്ന അടിപൊളി ഒരു പൂളാണ്. മൊത്തം പോരുത്, ഇതെനിക്ക് ഒരു സാധനം കട്ട് ചെയ്യാനുണ്ട്. വെയിറ്റ്. അങ്ങനെ ഏകദേശം നമ്മൾ ഹൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു പൂളാട്ടോ ഇത്. സംഗതി അടിപൊളിയാണ്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇനിയും ഉണ്ട്, ഒരു 2-3 മണിക്കൂറെങ്കിലും ഇനി എടുക്കും ഇത് നിറയാൻ വേണ്ടിയിട്ട്. ഇല്ലില്ല വലുതില്ല, നീ നോക്ക്. ചെരുപ്പിടു ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇതാണ് ഗൈസ്. റിയൽ ആയിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന സാധനം ഇത് നോക്കി. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ടീ കുട്ടി അങ്ങനെ വലിച്ചേടാ ഗൈസ്. ഇത്രയും വലിപ്പം വരും. ഓക്കെ. പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 10 പേർക്ക്, കുഞ്ഞു മക്കൾ 10 പേർക്ക്, അതായത് ഒരു കസിൻ ഗെറ്റ് ടുഗദർ എന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കസിൻസൊക്കെ വന്ന് പ്ലാൻ ചെയ്യുന്നവർക്ക് അടിപൊളി സംഭവമായിരിക്കും ഗൈസ്. അപ്പം നമ്മൾ ബാക്കിൽ നമ്മുടെ പൂളിൽ പോകുന്ന പോലെ സംഭവങ്ങൾ സെറ്റപ്പൊക്കെ റെഡിയാക്കി. നമ്മുടെ പൂള് നിമിഷൻ്റെ ക്യാമറയിൽ നിറയുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. മാക്സിമം അത് TV കാണാം കേട്ടോ. ഒന്ന് പൊക്കട മുന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് അവിടെ ഒന്ന് പൊക്കി. ഇനി എത്രയുണ്ട് നോക്കട്ടെ. വെയിറ്റ് ഗൈസ്. ദേ ഇത്രയും കൂടെ ഇനി ചെയ്യാനുണ്ട്. കണ്ടോ, ഇനി അത്രയും കൂടെ വെള്ളം നിറയാനുണ്ട്. സംഗതി അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെർത്താണ്. പക്ഷെ 1-2 കുട്ടികൾക്ക് ഇതിൽ പറ്റില്ല. മിനിമം ഒരു 10-15 പേര് ആർമാദിക്കാനാണെങ്കിൽ നിങ്ങൾക്കിത് വേർത്താണ്. കസിൻസൊക്കെ വരുന്ന സമയമുണ്ട്. അത് 2 മന്ത്സിന് തന്നെ ചെയ്യണം കേട്ടോ, എന്നാലേ അതൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ സംഗതി അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ ഗീവ് അവേ മറക്കരുത്. വേഗം കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഗീവ് അവേ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും ഗൈസ്. അപ്പോൾ എന്തുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ബാക്കി കാര്യം നിമിഷൻ്റെ ഏറ്റവും ടിയ. 4.60 മില്യൺ സ്പെഷ്യൽ ഗിവ് അവേ. എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തിന് ശേഷം നിമിഷാൻ്റെ ഒരു ഗിവ് അവേ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നല്ല ചൂടാട്ടോ. പാലക്കാട് എനിക്ക് തോന്നുന്നു 40-41 വന്നിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി ഉണ്ട് കേട്ടോ. എത്രയുണ്ട് ടിയ? ഒന്ന് പൊക്കിയിട വന്ന ഇത്രയും ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മളുടെ പൂൾ ഇവിടെ സെറ്റ് ആണ്. നമ്മളിനി വാട്ടർ ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, നിങ്ങൾക്ക് ക്ലിയർ ആവുമോയെന്നൊന്നും എനിക്ക് അറിയില്ല. നിമിഷാൻ്റെക്ക് പറ്റുന്ന പോലെ നിമിഷാൻ്റി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെർഫെക്റ്റ് ഒന്നും ആവില്ല, എന്നാലും എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇപ്പം ടൈം ഒരു ഉച്ചയ്ക്ക് 1-1:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 3-4 മണിക്കൂറാവും. അതിൻ്റെ ഇടയിൽ ടാങ്കിൽ വെള്ളമൊക്കെ കഴിഞ്ഞ് ഡാഡിൻ്റെ ഇപ്പോൾ ഡാഡി ഉണ്ട്, പോയിട്ടില്ല ഗൈസ്. സോ ഡാഡിയുടെ നമുക്കിത് ചീത്തയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ എന്നാലും കാര്യമില്ല. അതിലൊരു നെഗറ്റീവ് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും 2 പേർക്കോ 1 പേർക്കോ ആയിട്ട് വാങ്ങരുത്. കസിൻസൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ വാങ്ങുക. വെള്ളം കുറച്ച് കൂടുതൽ എടുക്കും. പക്ഷെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു 100-ൽ 200 മാർക്ക് നിമിഷാൻ്റെ കൊടുക്കില്ല ടിയ. എവിടെയും ഒരു ലീക്കേജോ ഒന്നും തന്നെ ഇല്ല. അത് ഇനിയിപ്പോൾ ആകെ ഇത്രേ അടിപൊളി സാധനം കേട്ടോ. പൊതുവേ ഇൻഡെക്സ് അടിപൊളിയാണ്, അത് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡും കൂടി ആയതുകൊണ്ട് അടിപൊളിയാട്ടോ. ഇത് നോക്കി, ഇതിൻ്റെ ഹൈറ്റും വെയ്റ്റും അതിൻ്റെ വിട്ടും നോക്കിയേ. കുറച്ചുകൂടി ആവട്ടെടാ. ചെറിയൊരു റിങ്കിൾസ് ഉണ്ട് കണ്ടോ ഈ
അതെയോ, നോക്കി ഗൈസ്, ഇത് ശരിക്കും പൂളാട്ടെ. എനിക്ക് തോന്നുന്നു ഇതുപോലെ അൺബോക്സിങ് വേറെ ആരും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇത്രയും വലുപ്പത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് M4 Tech ചേട്ടൻ മാത്രമാണ് ചെയ്തിട്ടില്ലെന്നൊരു ഇതുണ്ട്. എത്രയുണ്ട് നോക്കി, കൈ എത്രയുണ്ട് ടീയാ? എല്ലാം റെഡി ആയി. ടീക്കുട്ടി ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ചെരുപ്പിട് മുന്നേ, ചെരുപ്പിട്. അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ടീക്കുട്ടി ഇങ്ങനെ ചാടാൻ വേണ്ടിയിട്ട് സ്റ്റൂളിൽ നിന്ന് ഇങ്ങനെ ചാടണോ അതോ അതൊന്നും വേണ്ടേ? കാല് സോപ്പിട്ടിട്ട് കഴുകിയിട്ട് വരൂ, ഇല്ലെങ്കിൽ ചെളിയാവും. ഇത് ചെറിയ വെള്ളമല്ല, നമുക്ക് മാറ്റാക്കിയിട്ട് ടീക്കുട്ടിൻ്റെ റീറ്റൈനർ ഇടാനുള്ള, പല്ലിലെ റീറ്റൈനർ ഇടാനുള്ള സാധനം, അവളുടെ ഫോണ്, കാര്യങ്ങൾ, 2 ടവലും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂൾ ഇവിടെ സെറ്റായിട്ടുണ്ട് മക്കളെ. അപ്പോൾ ഗിവ് അവേ ആണ്. നല്ലൊരു ഇൻഡെക്സിൻ്റെ കിഡ്സ് പൂള്, സ്വിമ്മിങ് പൂള് നമുക്ക് ഗിവ് അവേ ആയിട്ട്. എന്താ പറഞ്ഞു? വാട്ടർ ബലൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേണം. അല്ല, ആദ്യം നമ്മൾ കുറച്ച് കളിച്ച് കഴിഞ്ഞിട്ട് വാട്ടർ ബലൂൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ ചാടുന്നാണ് ടീയ? ഇവിടെ നിന്ന് നീ എടുത്ത് ഫ്ലിപ്പ് ചെയ്യോ? അല്ല, കയറണ്ട, നമ്മുടെ മറ്റേത് ഷോട്ട് എടുത്തിട്ട് ചെയ്യാം. ഒരു വാട്ടർ ഗണ്ണാണ്. ഓക്കെ, അപ്പം ഇതൊന്ന് ഇങ്ങനെ ചിക്കുനെ ഷൂട്ട് ചെയ്യണം. ഓക്കെ, എത്ര ഡിസ്റ്റൻസ് വരുന്നു എന്നുള്ളത് അറിയണം. ഓക്കെ, നന്നായി ഷൂട്ട്. ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നതാണ് കൈസ്. അതായത് നമ്മളിപ്പം ഇങ്ങോട്ട് ഒരാളെ ഷൂട്ട് ചെയ്താൽ അതായത് ഇങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് അദ്വിക്കുട്ടിനെ ഷൂട്ട് ചെയ്താൽ ടീക്കുട്ടിയുടെ ഫേസിലാവണ കാണിച്ചു തരാം. ഷൂട്ട് ചെയ്തിട്ടിയാ? നീ കണ്ടോ, കണ്ടോ, ടീക്കുട്ടിയുടെ ഫേസിൽ തന്നെ ആവും. എന്ത് പൊട്ടത്തരാണ് ടീയാ കാണിക്കണ്. ആരാണോ ഷൂട്ട് ചെയ്യണത്? ഗൈസ്, ഇവിടെ ഫുള്ള് ചൂടാട്ടോ. ഇവിടെ മിട്ടു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൂള് സെറ്റായിട്ടുണ്ട്. ഇറങ്ങിയാലോ ടീയാ? ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ അദ്വിക്കുട്ടനാണ് കേട്ടോ പൂളിൽ ഇനോഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, മെല്ലെ ടീ അവിടെ നിന്നേ. നിന്റെ ഹൈറ്റ് ഒന്നൊന്ന് പിടിച്ച് ഇത് നിൽക്കും. മെല്ലെ ചിക്കു, താഴെ ഇരിക്കല്ലേ. നോക്കട്ടെ, ഹൈറ്റ് ഒന്ന് നോക്കട്ടെ എത്രയുണ്ടെന്ന്. അദ്വിക്കുട്ടൻ്റെ മുട്ടിൻ്റെ കുറച്ച് വഴക്ക് കൂടല്ലേ, മുട്ടിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ. മുങ്ങൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നീന്താനൊക്കെ അടിപൊളി സംഭവം. അതെ, അദ്വിക്കുട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ നമ്മുടെ ടീയക്കുട്ടിയോ അദ്വിക്കുട്ടനും കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഓ, എവിടെ വേണമെങ്കിൽ വെച്ച് നീ ഷൂട്ട് ചെയ്തോളൂ, റീഫിൽ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പടക്കാണ് കേട്ടോ അവിടെ ആ കാർഡ്ബോർഡ് ബോക്സിൽ ഇരിക്കുന്നത്. ഫുള്ള് വെറൈറ്റി പടക്കാണ്. വിഷു കഴിഞ്ഞിട്ടും നമ്മൾ പൊട്ടിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ വിഷുവേല വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇരിക്കണ്ട, വെയിറ്റ്. എങ്ങനെയുണ്ട് സംഗതി? അടിപൊളിയാട്ടോ. അപ്പോൾ ഗിവ് അവേ മറക്കണ്ട, വേഗം കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു ചെറിയ ഇൻഡെക്സിൻ്റെ ഒരു അടിപൊളി ടബായിരിക്കും, അതായത് സ്വിമ്മിംഗ് പൂളായിരിക്കും കേട്ടോ ഗിഫ്റ്റായിട്ട് തരുന്നത്. അപ്പോൾ വേഗം കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് പൂള് വേണം എന്നുള്ളതിൻ്റെ ഇത്. അപ്പോൾ പൂള് വേണം, ഇല്ലെങ്കിൽ ഞാനൊന്ന് ഗിവ് അവേ പറയട്ടെ. അപ്പോൾ വേഗം ഗിവ് അവേ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഈ വീഡിയോ കേട്ടോ, ബോത്ത് വ്ളോഗ് ആൻഡ് ഷോർട്സ്. തണുപ്പുണ്ടോ? രണ്ടുപേരും ഇരുന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പാണെന്നാണ് പറയുന്നത്. ഇരിക്കുമ്പോൾ അദ്വിക്കുട്ടൻ മുങ്ങുണ്ടോ, അത് ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾക്ക് പറ്റില്ല. കണ്ടോ, ഇരിക്കുമ്പോൾ അദ്വിക്കുട്ടൻ്റെ കഴുത്ത്, വഴക്ക് കൂടരുത്. ഇരിക്കുമ്പം അദ്വിക്കുട്ടൻ്റെ കഴുത്ത് മുങ്ങുന്നുണ്ട്. നമ്മൾ വഴക്ക് കൂടല്ലേ. അദ്വിക്കുട്ട, ചിക്കു വെയിറ്റ്. ചിക്കു ഒന്ന് ഇരുന്നേ വന്നെ. നേരെ ഇരിക്കൂ, അവിടെ കാല് വെച്ചിരിക്കൂ. നേരെ ഇരിക്കൂ, അങ്ങനെയല്ല, നേരെ ഇരിക്കൂ. നമ്മ ഹൈറ്റ് ഒന്ന് പറയാം. നേരെ ഇരിക്കാം. യെസ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്വിക്കുട്ടൻ ശരിക്കും മുങ്ങുന്നുണ്ട്. ടീക്കുട്ടി അങ്ങനെ നേരെ ഇരിക്കൂ, അദ്വിക്ക് ഇരിക്കുന്ന പോലെ. അപ്പോൾ കഴുത്ത് അത്യാവശ്യം മുങ്ങുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെ കേട്ടോ. എത്ര വേണമെങ്കിലും നീന്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അടിപൊളി കേട്ടോ. പക്ഷെ രണ്ടുപേരും കൂടി നടക്കില്ല. തങ്കു ചേച്ചി ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ തങ്കു ചേച്ചിനെ പിടിച്ചിടായിരുന്നു. പൊന്നു ചേച്ചി ഓഫീസിൽ പോയി. ഇനിയിപ്പോൾ രാത്രി 6:30-7 മണിക്കേ വരത്തുള്ളൂ. പക്ഷെ ഇതാകെ 2 പേരേ ഉള്ളൂ ഗൈസ്, നമുക്ക് ആരും കളിക്കാനില്ല. അതാണ് ഒരു പ്രശ്നമല്ലേ ടീയ? എന്താ കാണിക്കണേ? നിമിഷാൻറ്റിക്കില്ലേ ഗൈസ്, അവിടെ എത്താൻ പറ്റുന്നില്ല സത്യമായിട്ടും. ഫ്ലോട്ട് ചെയ്യാൻ പഠിക്കൂ. ചിക്കു കഴുത്തിന്റെ ബാക്ക് നനച്ചാൽ വേഗം അമ്മ കയറ്റേ. ടീയ എങ്ങനെയുണ്ട് വന്ന? ശരിക്കും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ ഡാഡിക്ക് പെട്ടെന്ന് ഓഫീസിലും പോകണം, പക്ഷെ അതുകൊണ്ട് ഇറങ്ങി കളിക്കാൻ പറ്റാത്തൊരവസ്ഥയാട്ടോ. സോ നമ്മൾ കൊണ്ടുവരാം. അങ്ങനെ വാട്ടർ ബലൂൺസ് ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ ടീയ?
അതികുട്ട ഇത്ര വാട്ടർ ബലൂൺസേ ഉള്ളൂ ഗായ്സ്. നന്നായി പൊക്കിയിടാ ടിയ. ഓക്കെ, അപ്പം നമ്മൾ ദേ വാട്ടർ ബലൂൺസ് ഒക്കെ ഇങ്ങനെ നിറയ്ക്കുക കേട്ടോ. ടീക്കുട്ടിയാണ് നിറയ്ക്കുന്ന ആള്. അതികുട്ടൻ ഒരെണ്ണം നിറച്ച് കഴിഞ്ഞു. എന്തു തന്നെ ഏതാ സ്ക്രൂവോ? ഓക്കെ, ദേ ഗൈസ് നമ്മൾ ദേ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അങ്ങോട്ടാക്കണ്ട, അതിൻ്റെ ഫോണിലാണ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ചൂട്. ഇന്ന് എനിക്ക് 40 ഡിഗ്രി കേട്ടോ പാലക്കാട്. നല്ല ചൂടാണ് ഇവിടെ, ഒരു മഴ പോലും ഇല്ല. അപ്പോൾ സംഗതി എന്തായാലും സെറ്റാണ്. അപ്പോൾ നിമിഷാൻ്റെ ഈ പ്രാവശ്യത്തെ വീഡിയോ ഗിവ് അവേ വീഡിയോ ആയിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ ടിയ? യെസ്. അപ്പോൾ വേഗം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇല്ലെങ്കിൽ അറിയില്ല. ഓക്കെ, അപ്പോൾ അതും അടിപൊളി ആയിട്ടുണ്ട്. ഇനി ഇതും കൂടി വേണ്ടേ പിന്നെ? ഓക്കെ, സംഗതി ക്വാളിറ്റിയൊക്കെ അടിപൊളിയാട്ടോ. ഇതെന്താടാ മൊത്തം പൊട്ടിയോ? പൊട്ടിക്കല്ലേടാ പൊന്നെ? ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ രണ്ടാമത്തെ, നിന്റെ ഫോണിലാവാതെ നോക്കിയോ. അങ്ങനെ നമ്മൾ ദേ വാട്ടർ ബലൂൺസ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ, അത് പെട്ടെന്ന് വലുതാവുന്നുണ്ട്. ഇതിലൊന്നും വാട്ടർ ബലൂൺസ് എനിക്ക് തോന്നുന്നു എത്ര ആക്കിയാലും നിറയില്ല, കാരണം അത്രയും വലുപ്പമാണിത്. ഇവിടെ ഒന്നും വാട്ടർ ബലൂൺസ് ഒന്നും ഏൽക്കില്ല. മമ്മ മേലെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വാട്ടർ ബലൂൺസും എല്ലാം സെറ്റ്. കൂടുതൽ സെക്കൻഡ്സ് വെള്ളത്തിൻ്റെ ഉള്ളിൽ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കണേ നോക്കാം. 3 സ്റ്റാർട്ട്. 1 2 ചിക്കു പോയി, ടിയ പോയി. എന്തിനാ ടിയ? ഓക്കെ ഓക്കെ, റെഡി. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 34 35 36 37 38 39 40 41 42 40. അപ്പം അത് തുപ്പില്ല. ഇതികൂടെ പാട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പാടിയേ. തുലൈവിലെ ഉരുകും വെളിച്ചം കനവുതാ. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മളുടെ പൂളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടിയ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ആരാണ് വിന്നർ എന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണാല്ലേ. ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയൂ. അദ്വിക് രജേഷ്, ബൈ ബൈ.